നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി എങ്ങനെ കരസ്ഥമാക്കാം, അവന്റെ നരകശിക്ഷയിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള വഴി പഠിപ്പിച്ചു തരാൻ, അതിനുള്ള മാർഗം വിശദീകരിച്ചു തരാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളിലേക്ക് അയച്ചത്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പഠിപ്പിച്ചു പോയ ആ സിറാത്തുൽ മുസ്തഖീം, ആ ശരിയായ മാർഗം, ആ മാർഗത്തിലാക്കി അതിലായി നിശ്ചയിച്ചിട്ടാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്വഹാബത്തിനെ വിട്ടേച്ചു പോയി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന കാലഘട്ടത്തിൽ തന്റെ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നത് വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മത്തു അലാ 73 ഫിർഖ. എന്റെ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിരിയും. ഈ 73നെ പറ്റി പറഞ്ഞത് കുല്ലുഹാ ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ്, ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ഒഴി. അപ്പൊ സ്വഹാബത്ത് ചോദിക്കണം, മൻഹും യാ റസൂലല്ലാഹ്, ആ ഒരു വിഭാഗം ആരാണ് റസൂലെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന മറുപടിയാണ് എന്ത്? മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു ആദർശത്തിലാണോ, ഏതൊരു വിശ്വാസത്തിലാണോ, ഏതൊരു നിലപാടുകളിലാണോ ആ അതേ അവസ്ഥയിൽ നിലകൊണ്ട ആളുകൾ. ഇതിനെയാണ് ചുരുക്കത്തിൽ എന്തു പറയാം? അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയാം.